ഇന്നെന്തോ രാവിലെ എണീറ്റപ്പോൾ തന്നെ ആകെ ഒരു മൂകതയായിരുന്നു കേട്ടോ. വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. ഷിനാജ് ബീഫ് വാങ്ങിക്കാൻ പോയിട്ടാണ് കേട്ടോ ഈ വരുന്നത്. അപ്പം വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ്. മേമാക്കും ബീഫ് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേമ വന്നതാണ്. എന്തായാലും ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഷിനാജ് പോകുന്നുണ്ട്. അപ്പോൾ മേമാക്ക് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്. അപ്പം സാധനം കിട്ടിയാൽ നമുക്ക് ഉച്ചക്കത്തേക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാധനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുങ്ങി ഷിനാജ് ഇതേ പള്ളിയിൽ പോകുകയാണ്. അപ്പോൾ നെയ്ച്ചോറും ബീഫും വെക്കുന്നുണ്ട്. എനിക്കെന്തോ നെയ്ച്ചോറ് പിന്നെ വലിയ മൂടില്ലാത്തതുകൊണ്ട് വെറുംചോറ് മതിയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കുറച്ച് അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉമ്മ നെയ്ച്ചോറും ഇറച്ചിക്കറിയും വെക്കുന്നതിൻ്റെ ഇതിലോട്ട് തിരിഞ്ഞ് എൻ്റെ ഉമ്മാനെ കൊണ്ട് എനിക്ക് കുറച്ച് കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി തരാൻ പറഞ്ഞു. കാരണം എനിക്ക് ചോറിന് കൂട്ടാൻ കറി വേണമല്ലോ. കോവയ്ക്കാൻ മെഴുക്ക് മാത്രമല്ല, കുറച്ച് ചമ്മന്തിയും കൂടെ ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ ഉള്ളപ്പോഴല്ലേ ഉമ്മാൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വേഗം തന്നെ ഇവിടുത്തെ ഉമ്മാനെ പറഞ്ഞു വിട്ട് ഞാനൊരു വാഴയിലേക്ക് വെട്ടിച്ച് സെറ്റാക്കി കുറച്ച് ചോറും പിന്നെ കോവയ്ക്കാൻ മെഴുക്കും ചമ്മന്തിയും പിന്നെ കുറച്ച് അച്ചാറും കൂടെ സെറ്റാക്കി ഒരു പൊതിച്ചോറ് അങ്ങ് പൊതിഞ്ഞ് വെച്ച്. എനിക്കറിയാം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പൊതിച്ചോറാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന്, പക്ഷേ കുറേ ഐറ്റം കറികൾ വേണ്ടതെന്ന് ഓർത്ത് അങ്ങനെ മടിക്കുന്നതാണ്. കുറേ ഒന്നും വേണമെന്നില്ല, 2-3 കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉമ്മാനെ കൊണ്ട് തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ച് ഞാൻ പോയി കുളിച്ച് വന്നിട്ടാണ് പൊതി തുറന്നത്. കുറേ പൊതിച്ചോറ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പൊതി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. സത്യമാണ് കേട്ടോ. ആ വാഴയില വാട്ടിയതിൻ്റെയും പിന്നെ ആ ചമ്മന്തിയുടെയൊക്കെ ഒരു സ്പെഷ്യൽ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറും. ഇവിടെ ഉള്ളവരൊന്നും അത്ര പൊതിച്ചോറ് പ്രേമികളല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു പൊതി മാത്രം സെറ്റാക്കിയിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു, അത് മേമാടെ അവിടെ നിന്ന് കൊണ്ടെത്തുന്നതാണ്. അങ്ങനെ മോരുകറിയും ചമ്മന്തിയും കോവയ്ക്കായും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഫുഡ് അങ്ങ് കഴിച്ച്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വെറുംചോറും കറികളൊക്കെ കഴിക്കുന്ന സുഖം ഇനിയിപ്പോൾ എത്ര മന്തിയും ബിരിയാണിയും കഴിച്ചാലും കിട്ടത്തില്ല കേട്ടോ. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.